വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കൈവെള്ളയിലൊതുക്കാൻ ഉറച്ച നീക്കവുമായി പ്രവർത്തനം കൊഴുപ്പിച്ചിരിക്കുകയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടുപോയ തിരുവനന്തപുരം ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നീക്കങ്ങൾ സജീവമാകുന്നത്. പുതിയ കരുനീക്കത്തിന്റെ ഭാഗമായി ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളുടെ കരട് തയ്യാറാക്കിയാണ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. കരട് പട്ടികയിൽ രാജീവ് ചന്ദ്രശേഖറും വി രാജേഷും കുമ്മനം രാജശേഖരനും ഉൾപ്പെടെ ബി.ജെ.പിയുടെ പ്രധാന നേതാക്കളെല്ലാം തന്നെ ഇടം പിടിച്ചിട്ടുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്തെ പ്രവർത്തനം ഊർജിതമാക്കുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ 2 ദിവസമായി രാഷ്ട്രീയ ലോകത്ത് ചർച്ചയാണ്. വട്ടിയൂർക്കാവ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ നീക്കമെന്നാണ് പരക്കെയുള്ള അഭ്യൂഹം എങ്കിലും നേമം നിയോജക മണ്ഡലമാണ് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ വിറപ്പിച്ച നേരിയ വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ക്രൈസ്തവ സഭകളുമായി ഏറെ അടുപ്പം പുലർത്തുന്ന അദ്ദേഹം മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് പദ്ധതിയുള്ളത്. പാർട്ടിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ അദ്ദേഹം നടത്തുന്ന സന്ദർശനങ്ങൾക്കും ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുമുണ്ട്. പാർട്ടി അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്നുള്ളതും ഏറെ ശ്രദ്ധേയം തന്നെയാണ്. കോൺഗ്രസിലെ അധികായനും തുടർച്ചയായി തലസ്ഥാനത്ത് നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ലോക്സഭാ അംഗവുമായ ശശി തരൂരിനെ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾക്ക് മുൻപുള്ള കുറഞ്ഞ സമയത്തെ പ്രവർത്തനം കൊണ്ട് വിറപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറുമുള്ളത്. ആ ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ ബി.ജെ.പിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും ബി.ജെ.പി വിലയിരുത്തുന്നുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമമണ്ഡലം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തുന്നുവെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. നേമം കൂടാതെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിലെ കരട് പട്ടികയെ സംബന്ധിച്ച അഭ്യൂഹങ്ങളും ഇപ്പോൾ ശക്തമാണ്. വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരന്റെ പേരും ഇന്റലക്ച്വൽ സെൽ കൺവീനറുമായ യുവരാജ് ഗോകുലിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏറെ സാധ്യത കുമ്മനം രാജശേഖരനാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിനുള്ള സ്വാധീനം വോട്ടായി മാറാനുള്ള സാധ്യതയാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരത്ത് കരമന ജയന്റെയും വി രാജേഷിന്റെ പേരും സാധ്യതയിലുണ്ട്. നെടുമങ്ങാട് യുവരാജ് ഗോകുലും കാട്ടാക്കട കൃഷ്ണദാസും ആറ്റിങ്ങലിൽ വി മുരളീധരന്റെയും പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. പാറശാലയിൽ ബി.ഡി.ജെ സ്ഥാനാർത്ഥിയായിരിക്കുമെന്നും നിഗമനങ്ങൾ പരക്കുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിയുടെ ഗ്ലാമർ പരിവേഷം രാജീവ് ചന്ദ്രശേഖരനായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേമത്ത് വിജയിച്ചാൽ MLA എന്ന തരത്തിലുള്ള തന്റെ പ്രവർത്തനത്തിലൂടെ ജനങ്ങൾക്കിടയിൽ നിറയാമെന്നും അതുവഴി 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ വിജയവഴി വെട്ടിത്തുറക്കാമെന്നും രാജീവ് ചന്ദ്രശേഖർ കണക്കുകൂട്ടുന്നുണ്ട്. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ജയവും രാജീവിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ്. തൃശൂരിൽ ക്രൈസ്തവ സഭകളെ സ്വാധീനിക്കുന്നതിൽ ബി.ജെ.പി സർക്കാർ പുറത്തെടുത്ത തന്ത്രം തിരുവനന്തപുരത്തും ആവർത്തിച്ചു കഴിഞ്ഞാൽ വിജയം എളുപ്പമാകുമെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വവും വിലയിരുത്തുന്നുണ്ട്. അത്തരത്തിലുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കങ്ങൾ ഏറെക്കുറെ ഫലം കാണുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിനൊപ്പം തന്നെ അടുത്തിടെ പാർട്ടിയിലെത്തിയ വിവാദ നേതാവിന്റെ സ്ഥിര സാന്നിധ്യം സഭാതലപ്പത്തുള്ള ചില ബിഷപ്പുമാർക്കിടയിൽ സംശയമുന ഉയർത്തിയിട്ടുമുണ്ട്. സഭകളെ കാവ്യവൽക്കരിക്കാനുള്ള മൊത്തക്കച്ചവടമായി ചില യുവ നേതാക്കൾ ബി.ജെ.പിയിൽ ചേക്കേറിയിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ സഭാ സിനഡിൽ വരെ ചർച്ച ആകുകയും സിനഡിന് മുന്നോടിയായി അതിനെയൊക്കെ തള്ളിക്കളയുന്ന ചില നീക്കങ്ങളും ചില ബിഷപ്പുമാരുടെ ഇടയിൽ നിന്ന് ഉയരുകയും ചെയ്തിരുന്നു. സഭാ രാഷ്ട്രീയക്കാരുടെ ആയുധമായി മാറുന്നതിനെതിരെ ജാഗ്രത വേണമെന്ന നിർദ്ദേശമാണ് ബിഷപ്പുമാരിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നത്. കേരളത്തിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാത്തതിനാലാണ് അത്തരത്തിലുള്ള ആളുകളുടെ പിടിയിൽ രാജീവ് ചന്ദ്രശേഖർ വീണു പോകുന്നതെന്നാണ് നിലവിലെ ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം സജ്ജീകരിക്കാനും നീക്കങ്ങൾ ഉണ്ട്. കോർപ്പറേഷൻ ബി.ജെ.പി പിടിച്ചു കഴിഞ്ഞാൽ നഗരപ്രദേശം അടങ്ങുന്ന മറ്റ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും തങ്ങൾക്ക് വിജയിക്കാനാകുമെന്നും അതുവഴി ലോക്സഭയിൽ അംഗത്വം ഉറപ്പിക്കാനാകുമെന്ന് തന്നെയാണ് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സിലിരിപ്പ്.